17-ാം ദിവസം ഒതന്റിസിറ്റി, ജീവിതത്തിലെ സത്യസന്ധത. മറ്റുള്ളവരുടെ മുൻപിൽ എപ്പോഴും പെർഫെക്റ്റായി ഇരിക്കാൻ ശ്രമിക്കുന്നത് വലിയ ഭാരമാണ്. നമ്മുടെ കുറവുകളും പരാജയങ്ങളും മറച്ചുവെച്ച് ഒരു മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്നത് നമ്മളെ മാനസികമായി തളർത്തുന്നു. യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് നമ്മളായിരിക്കുമ്പോഴാണ്. വചനഭാഗം സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം. കർത്താവ് സാമുവേലിനോട് അരുൾ ചെയ്തു, അവന്റെ ആകാര വടിവോ ഉയരമോ നോക്കേണ്ട, ഞാൻ അവനെ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. ലോകം നമ്മെ അളക്കുന്നത് നമ്മുടെ ബാഹ്യരൂപം, പദവി, ജോലി ഇവ നോക്കിയിട്ടാണ്. എന്നാൽ ദൈവത്തിന് പ്രധാനം നമ്മുടെ ഹൃദയത്തിന്റെ സത്യസന്ധതയാണ്. അഭിനയിക്കാതെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. മനഃശാസ്ത്രത്തിൽ പേഴ്സോണ എന്നാൽ സമൂഹത്തിന് മുൻപിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വമാണ്. ഇത് ഒരു പരിധിവരെ ആവശ്യമാണെങ്കിലും നമ്മൾ പ്രദർശിപ്പിക്കാൻ പരിശ്രമിക്കുന്ന വ്യാജ വ്യക്തിത്വം നമ്മെ വേഗത്തിൽ തളർത്തിക്കളയും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന പേടിയിൽ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും മറച്ചു വെക്കുന്നത് മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴി നടത്തും. എന്നാൽ നമ്മുടെ ബലഹീനതകൾ തുറന്നു പറയുകയും വിശ്വസ്തരായ വ്യക്തികളോട് അത് പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയും. 2026 ലോക പ്രശസ്തമായ ഒരു സൗന്ദര്യവർദ്ധക ബ്രാൻഡ് തങ്ങളുടെ പുതിയ ഒരു ക്യാമ്പയിനിലൂടെ തരംഗം സൃഷ്ടിച്ചു. അതിന്റെ പ്രത്യേകതകൾ ഇങ്ങനെയായിരുന്നു. തങ്ങളുടെ പരസ്യ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ AI സാങ്കേതിക വിദ്യയോടെ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു പ്രത്യേക ഡിജിറ്റൽ വാട്ടർമാർക്ക് അവർ അവതരിപ്പിച്ചു. മോഡലുകളുടെ ചർമ്മത്തിലെ ചുളിവുകൾ, പാടുകൾ, മറ്റ് അപൂർണതകൾ എന്നിവ മറച്ചു വെക്കുന്നതിന് പകരം അവയെ പരസ്യമായി പ്രദർശിപ്പിച്ചു. അവ വ്യക്തമായി കാണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് അവതരിപ്പിച്ചത്. ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അവർ നേരിട്ട പരാജയങ്ങളെക്കുറിച്ചും അവർക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞു. ഈ ബ്രാൻഡിനെ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. അതിന് കാരണമുണ്ട്. 2026 ആയപ്പോഴേക്കും AI നിർമ്മിതമായ അതിമനോഹരമായ മനുഷ്യ ചിത്രങ്ങൾ പുറത്തു വന്നു. ആളുകൾക്ക് ഈ പെർഫെക്ഷൻ ഉള്ള ചിത്രങ്ങൾ മാത്രം കണ്ട് അതിൽ സത്യസന്ധതയില്ല എന്ന് ബോധ്യപ്പെട്ടു. ഈ സമയത്ത് തങ്ങളുടെ കുറവുകളും ബലഹീനതകളും തുറന്നു പറഞ്ഞ ബ്രാൻഡുകളെ ജനം വിശ്വസിക്കാൻ തുടങ്ങി. ചുരുക്കത്തിൽ, ഒതന്റിക് ആകുക എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആകുക എന്ന് അർത്ഥമില്ല. ഇന്നത്തെ ദിവസം ചെയ്യേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. ആരെങ്കിലും സുഖമാണോ എന്ന് ചോദിച്ചാൽ വെറുതെ അതെ എന്ന് പറയുന്നതിന് പകരം അല്പം ആത്മാർത്ഥതയോടെ സംസാരിക്കാം. ജീവിതത്തിൽ ഒതന്റിക്കായി മുന്നേറുവാൻ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോടെങ്കിലും നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നമോ വീഴ്ചയോ പങ്കുവയ്ക്കുക. ഉദാഹരണത്തിന്, എനിക്ക് ഇക്കാര്യത്തിൽ വലിയ ആത്മവിശ്വാസം തോന്നുന്നില്ല. ഇന്നലെ നടന്ന സംഭവങ്ങൾ എന്നെ വളരെയധികമായി വേദനിപ്പിച്ചു. ഇങ്ങനെ തുറന്ന് പറയുന്നത് കൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിക്കുകയും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന വാശിയിൽ നിന്ന് അത് നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യും. നമുക്ക് ഒതന്റിക് ആയി ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.